നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ തന്നെ പാകിസ്ഥാന്റെ എയർബേസുകളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് നാശം വരുത്തി കഴിഞ്ഞിരുന്നുവെന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നാശം വരുത്തിയെന്ന കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിക്കുന്നത് ഇതാദ്യമായാണ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി പരസ്യമായിട്ടാണ് ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നത്. മെയ് 9-നും 10-നും ഇടയിലെ രാത്രിയിലാണ് പാകിസ്ഥാൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ മിസൈലുകൾ എത്തിയത്. അസർബൈജാനിലെ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഷഹബാസ് ഷെരീഫിന്റെ പരാമർശം. മെയ് 9-നും 10-നും ഇടയിലെ രാത്രിയിൽ ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് നിശ്ചിത അളവിൽ മറുപടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു തങ്ങൾ. ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ ഫജിർ പ്രാർത്ഥനയ്ക്ക് ശേഷം പുലർച്ചെ 4:30-ന് ആക്രമണം നടത്താൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു സൈന്യം. എന്നാൽ അതിനു മുൻപ് ബ്രഹ്മോസ് ഉപയോഗിച്ച് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങൾ തകർത്തുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ആക്രമണം നടത്തിയതായി നേരത്തെയും ഷഹബാസ് ഷെരീഫ് പരസ്യമായി സമ്മതിച്ചിരുന്നു. മെയ് 10-ന് പുലർച്ചെ നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു വെളിപ്പെടുത്തൽ. ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ പുലർച്ചെ 2:30-ന് വിളിച്ച് അറിയിച്ചതായും ഷെരീഫ് പറഞ്ഞിരുന്നു. കശ്മീർ, സിന്ധു നദീജല കരാർ, വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഷെരീഫ് പറഞ്ഞിരുന്നു. എന്നാൽ ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതിന് നൽകിയ മറുപടി. പാകിസ്ഥാന്റെ നൂർഖാൻ, ബോലാരി, സർഗോദ, മുറീദ്, റഫീഖ് ഉൾപ്പെടെയുള്ള 11 സൈനിക വിമാനത്താവളങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ വരുത്തിയ നാശനഷ്ടത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടതോടെ ഇക്കാര്യം തുറന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഷഹബാസ് ഷെരീഫിന്റെ ഈ ഏറ്റുപറച്ചിലെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 15ഓളം ബ്രഹ്മോസ് മിസൈലുകളാണ് പാകിസ്ഥാന്റെ 11 എയർബേസുകളിൽ വൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം ചെറുക്കാൻ പാകിസ്ഥാന്റെ റഡാറുകൾക്കോ ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മേൽക്കൈയാണ് ഈ ആക്രമണങ്ങളിൽ കണ്ടത്. സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിലെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പെരുമാറ്റത്തിൽ വ്യാപക വിമർശനവും ഇപ്പോൾ ഉയരുകയാണ്. ഒരു പൊതുചടങ്ങിൽ വെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാക് നടിയെ നോക്കുന്ന രംഗങ്ങളാണ് വിമർശനത്തിനിടയാക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി ട്രോളുകളും പാക് പ്രധാനമന്ത്രിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഇത് പക്ഷേ 2023-ൽ പാകിസ്ഥാനിലെ പഞ്ചാബ് ഗവർണർ ഹൗസിൽ നടന്ന ഒരു പുരസ്കാരദാന ചടങ്ങിനിടെയുള്ള ദൃശ്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നത്. നടി മാവ്ര ഹുസൈന് പുരസ്കാരം സമ്മാനിച്ച ശേഷം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടിയെ മോശമായ അർത്ഥത്തോടെ നോക്കിയെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശനം. ഏതായാലും ഇപ്പോൾ വീണ്ടും ആ വീഡിയോ എവിടെ നിന്നൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കുത്തിപ്പൊക്കി രംഗത്ത് വരികയാണ്. അത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനിലെ അവസ്ഥ വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ബർമച്ച അതിർത്തി പ്രദേശത്ത് ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ പരസ്പരം വെടിയുതിർത്തതോടെ പാകിസ്ഥാനും താലിബാൻ നേതൃത്വത്തിലുള്ള അഫ്ഗാനിസ്ഥാനും തമ്മിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്ക് സമാന്തരമായി അഫ്ഗാനിസ്ഥാനിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതിർത്തിയിൽ പുതിയ പോസ്റ്റുകൾ നിർമ്മിക്കുന്നതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തതെന്ന് പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. രാവിലെ ഇരുവശത്തു നിന്നും ആരംഭിച്ച വെടിവയ്പ് കുറച്ചു സമയത്തിന് ശേഷം അവസാനിച്ചെങ്കിലും ഉച്ചയോടെ സ്ഥിതി വീണ്ടും വഷളായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാകിസ്ഥാൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് വൈകുന്നേരം 4:30-ന് ശേഷം ഇരുവശത്തു നിന്നും വെടിവയ്പ് പുനരാരംഭിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഹെൽമണ്ട് പ്രവിശ്യയിലെ ഇടക്കാല ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും ഈ ഏറ്റുമുട്ടൽ സ്ഥിരീകരിച്ചു. പാക് സൈന്യം ടാങ്കുകളും അഫ്ഗാൻ അതിർത്തിയിൽ നിർമ്മിച്ച പോസ്റ്റുകളും ലക്ഷ്യമിട്ട് കനത്ത പീരങ്കികൾ ഉപയോഗിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും കടുത്ത ശത്രുക്കളാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇരുവരും പരസ്പരം സൈനികരുടെ മരണത്തെ ആഘോഷിക്കുന്നു. വാസ്തവത്തിൽ അഫ്ഗാനിസ്ഥാൻ പിന്തുണക്കാരായ TTP ഇസ്ലാമാബാദിലെ സൈനിക പോസ്റ്റുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക പരാജയങ്ങളുടെ ചരിത്രമുണ്ടായിട്ടും പാകിസ്ഥാൻ സൈനിക ജനറൽമാർ മെഡലുകൾ പ്രദർശിപ്പിക്കുന്നത് തുടരുന്നു. ഈ രീതി മറ്റ് രാജ്യങ്ങളിലെ സൈന്യങ്ങളിൽ നിന്നല്ല, മറിച്ച് തെഹ്രിക്-ഇ താലിബാനിൽ നിന്നാണ് പരിഹാസം ഏറ്റുവാങ്ങിയത്.
5 മാസം മുമ്പ് ഖൈബർ പഖ്തൂൺഖയിലെ ബജൌറിലെ ഒരു സൈനിക താവളത്തിൽ നിലയുറപ്പിച്ച പാകിസ്ഥാൻ സൈനികർ ബേസിന്റെ പ്രവേശന കവാടത്തിൽ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ പതാക ഉയർത്തിയപ്പോൾ ഏറ്റുമുട്ടി. ഡിസംബർ 28-ന് ഈ സംഭവത്തെ തുടർന്ന് അഫ്ഗാൻ സൈനികർ പാകിസ്ഥാൻ പ്രദേശത്ത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തി. TTP പിന്തുണ നൽകി. നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 19 പാക് സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്രതീക്ഷിത ആക്രമണം പാകിസ്ഥാൻ സർക്കാരിനെ പിടിച്ചുകുലുക്കി. വർഷങ്ങളായി ഇസ്ലാമാബാദിനെ സഹായിച്ചു വരുന്ന താലിബാൻ ഇപ്പോൾ അവർക്കൊരു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന് പാക് വിദേശകാര്യ വക്താവ് മുംതാസ് സെഹ്റ ബലൂച്ചും സമ്മതിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ മുഖം തുറന്നു കാട്ടാനും കൊളംബിയയിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നിരാശ. ശശി തരൂർ MP നേതൃത്വം നൽകുന്ന കേന്ദ്ര പ്രതിനിധി സംഘമാണ് കൊളംബിയയുടെ നിലപാടിൽ നിരാശ പങ്കുവച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് പകരം ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിലാണ് കൊളംബിയ അനുശോചനം അറിയിച്ചത്. മെയ് 29-നാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘം കൊളംബിയയിലെത്തിയത്. ഇന്ത്യൻ സംഘത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ ഉണ്ടായ നഷ്ടങ്ങളിൽ കൊളംബിയ അനുശോചനം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി എന്നോണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടപ്പാക്കിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കൊളംബിയയ്ക്ക് ശക്തമായ മറുപടിയാണ് ശശി തരൂർ നൽകിയത്. തീവ്രവാദികളെ അയക്കുന്നവരും സ്വയം പ്രതിരോധിക്കുന്നവരും ഒരുപോലെയല്ലെന്ന് ശശി തരൂർ പറഞ്ഞു. ഭീകരതയുടെ ഇരകളോട് അനുഭാവം പുലർത്തുന്നതിന് പകരം തീവ്രവാദികളെ അയച്ചവരോട് സഹതാപം പുലർത്തുന്ന കൊളംബിയൻ സർക്കാരിന്റെ പ്രതികരണത്തിൽ ഞങ്ങൾ നിരാശരാണെന്നും ശശി തരൂർ വ്യക്തമാക്കി. തങ്ങൾ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം മാത്രമാണ് ഉപയോഗിച്ചത്. ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ തങ്ങൾ തയ്യാറാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൊളംബിയയുമായി വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കൊളംബിയ ഭീകരാക്രമണങ്ങളെ നേരിടുന്നത് പോലെ 4 പതിറ്റാണ്ടായി തങ്ങളും ആക്രമണങ്ങളെ നേരിടുകയാണ്. ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടമെന്നും ശശി തരൂർ വ്യക്തമാക്കി. പ്രതിരോധം എന്നത് ഏറ്റവും വിനീതമായ വാക്കാണ്. പാകിസ്ഥാൻ ആയുധങ്ങൾ പ്രതിരോധത്തിനല്ല മറിച്ച് ആക്രമണത്തിനാണ് ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് വിതരണം ചെയ്യുന്ന ആയുധങ്ങളുടെ 81% ചൈനയിൽ നിന്നാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-ത്വയ്ബ ഭീകര സംഘടനയുടെ ഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഭീകരാക്രമണം സ്പോൺസർ ചെയ്ത പാകിസ്ഥാൻ ആണെന്നതിന്റെ എല്ലാ തെളിവുകളും ഇന്ത്യൻ സർക്കാരിന്റെ പക്കലുണ്ടെന്നും MP ആവർത്തിച്ചു. പനാമയും ഗയാനയും സന്ദർശിച്ച ശേഷമാണ് തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൊളംബോയിലെത്തിയത്. തലസ്ഥാനമായ ബൊഗോട്ടയിലാണ് സംഘം താമസിക്കുന്നത്. കൊളംബോയിലെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, സൈനിക മേധാവികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുമായി പ്രതിനിധി സംഘം സംസാരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമാക്കാൻ 7 പ്രതിനിധി സംഘങ്ങളെയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത്. 33 രാജ്യങ്ങളാണ് 7 പ്രതിനിധി സംഘങ്ങൾ സന്ദർശിക്കുന്നത്. അതിലൊന്നാണ് ശശി തരൂർ MP നേതൃത്വം നൽകുന്ന സംഘം.